അത് നമ്മൾ 87 തൊട്ട് വായിക്കാം. ചിത്തൻ ഇவ்வாறு கூற தேசிகன் மிகழ்ந்து நோக்கி கிட்டவாவென இருத்தி கிருபையோடு அருளி செய்வார். துட்டமாம் தடைகள் மூன்றும் தொடராமல் സ്വരൂപஞான നിട്ടനായി ഇരിക്കി നീതേ നീ ചെയ്യും ഉദവിയാമേ. ജ്ഞാനാനുഭവത്തിന് ശേഷം ശിഷ്യന് എന്തില്ലാത്ത ആ സന്തോഷവും ഗുരുവിനോട് അധികമായി വന്ന ഭക്തികളും. കാരണം അദ്ദേഹം ചോദിച്ചത്, ഞാൻ എന്താണ് ഇതിന് പ്രത്യുപകാരമായിട്ട് അങ്ങേക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. എന്നിട്ട് സ്വയം തന്നെ പറഞ്ഞു, തനിക്ക് തൻ്റെ ശരീരമുള്ള വരയ്ക്കും ഗുരുവിനെ സേവിച്ച് കഴിയാൻ മാത്രമേ എനിക്ക് സാധിക്കൂ എന്നുള്ള രൂപത്തിൽ പറഞ്ഞപ്പോൾ ഗുരു പറയണം. ഇത് കേട്ട് വളരെ സന്തോഷത്തോടുകൂടി ഗുരു ഇങ്ങനെയാണ് പറയുന്നത്. ചിട്ടൻ ഇவ்வாறு കൂറ ദേശികൻ മികഴ്ന്നു നോക്കി കിട്ടവാവനെ ഇരുത്തി കൃപയോടെ അരുളി ചെയ്യുവാർ. തുട്ടമാം തടൈകൾ കൊണ്ടും തുടരാമൽ സ്വരൂപஞான നിട്ടനായി ഇരിക്കി നീ ചെയ്യും ഉദവിയാമൻ. നല്ല ശിഷ്യൻ ആചാര്യൻ ചെയ്ത ഉപകാരത്തെ സ്തുതിച്ച് അതിന് പ്രത്യുപകാരം ഞാൻ ഒന്നും കാണുന്നില്ല, ചെയ്യാൻ ഒന്നും കാണുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ദേശികൻ വികഴ്ത്തു നോക്കി ആചാര്യൻ സന്തോഷിച്ചു. തന്നോട് കൃപാനോട്ടത്താൽ അവനെ നോക്കി പറഞ്ഞു, കിട്ടവാ എന്നെ ഇരുത്തി, ഇവിടെ വരിക എന്ന് വിളിച്ചു. ആദരവായി തന്റെ സമീപത്തിൽ ഇരുത്തി കൃപയോട് അരുളി ചെയ്യുക, കരുണയോടുകൂടി അനുഗ്രഹിച്ചു. തുട്ടമാം തടൈകൾ മൂന്നും തിന്മയായ പ്രതിബന്ധം മൂന്നും തുടരാമൽ അടുക്കാൻ അനുവദിക്കാതെ സ്വരൂപஞான നിട്ടനായി സ്വരൂപஞாനത്തിൽ ആരൂഢനായി ഇരിക്കുമെങ്കിൽ ഇതാണ് നീ ചെയ്യും ഉദവിയാം, അതായത് എനിക്ക് ചെയ്യുന്ന പ്രത്യുപകാരം ആവുന്നത്. അപരോക്ഷ ജ്ഞാനത്തെയും ഭേദിച്ചതിനാൽ തുട്ടം എന്ന് പറഞ്ഞു. സ്വരൂപஞான നിട്ടനായി ഇരിക്കി നീ ചെയ്യും ഉദവിയാം എന്നതാൽ ബ്രഹ്മഗീതയെ ഈ ആചാര്യൻ സമ്മതിച്ചതായി വരുന്നു. സ്വാമിത്രൻ എഴുതിയിരിക്കുന്നത്. അതായത് ശക്തമായ പ്രതിബന്ധം. ഈ ജ്ഞാനോദയത്തിന് ശേഷമാണ് അദ്ദേഹം ആലോചിക്കുകയാണ്, ഇത് എല്ലാം കിട്ടിയെന്നുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പം ആ പ്രാരബ്ധം വീണ്ടും സമാധിയിൽ നിന്ന് ഉണർത്തി വെളിക്കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ച് എല്ലാം കിട്ടി, ഗുരുവിന് ആ പ്രത്യുപകാരമായിട്ട് എന്ത് ചെയ്യണം അതും ചെയ്ത് അവസാനിപ്പിച്ചാൽ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് ഗുരു പറയുന്നത്, വളരെ സന്തോഷമായിട്ട് ഗുരു അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, തുട്ടമാം തടൈകൾ മൂന്നും 3 വലിയ പ്രതിബന്ധങ്ങൾ, തിന്മയായ 3 പ്രതിബന്ധങ്ങൾ ഇനിയിരിക്കുകയാണ്. അത് എന്നിട്ട് എന്തു പറഞ്ഞു, നീ എപ്പോഴും ഈ പ്രതിബന്ധങ്ങളിൽ നിന്ന് വിട്ട് സദാ സ്വരൂപஞான നിട്ടനായിരിക്കുന്നതാണ് നീ എനിക്ക് ചെയ്യുന്ന ഉപകാരം. നീ എനിക്ക് എന്താണോ ഉപകാരം ചെയ്യണമെന്നല്ല നീ ആഗ്രഹിച്ചത്. പക്ഷെ ആ ഉപകാരം വേറൊന്നുമല്ല, ഈ തിന്മയായ ഈ 3 തടസ്സങ്ങളെ നീക്കി എപ്പോഴും സദാ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിട്ടനായി, ജ്ഞാനനിട്ടനായി, സ്വരൂപஞான നിട്ടനായി, സ്വരൂപജ്ഞാനത്തിൽ തന്നെ നീ ഇരിക്കുമെങ്കിൽ ഇതാണ് നീ എനിക്ക് ചെയ്യുന്ന സഹായമാകുന്നതെന്ന് പറയും. അപ്പോഴാണ് ശിഷ്യന് അടുത്ത ഒരു വലിയ പ്രബലമായൊരു സംശയമാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. 88ാമത്തെ പദ്യത്തില് നീ നാനൻ ഇരണ്ടിലാമൽ നിറൈந்து പൂരണമായി എങ്കും നാനാക തെളിந்த ஞானம் നഴുവുമോ ഗുരുവേ என்றார். താനാകും പിരമരൂപം ചർക്കുരു നൂലാൽ തോன்றுം ആനാലും തടൈകളുണ്ടേ അനുഭവം ഉറൈത്തിടാതെ. നീ നാനന്റെ ഇരണ്ടിലാമൽ നിറൈந்து പൂരണമായി എങ്കും നാനാക തെളിந்த ஞானம் നഴുവുമോ ഗുരുവേ என்றார். താനാകും പിരമരൂപം சர்க்குரு நூலால் தோன்றும் ஆனாலும் தடைகளுண்டே അനുഭവം ഉറയ്ത്തിടാതെ. നീ ഞാൻ എൻ്റെ, അതായത് തത്പര ലക്ഷ്യാർത്ഥമായ നീ ബ്രഹ്മമെന്നും 9 ലക്ഷ്യാർത്ഥമായ ഞാൻ കൂടത്തനെന്നും ഈ രണ്ടില്ലാമൽ ഈ കരുതുന്ന ഈ ദ്വൈത കൽപ്പന ഇല്ലാതെ
നിറയുന്ന പൂരണമായി, നിറഞ്ഞു പരിപൂരണമായി എങ്കും എല്ലായിടത്തും നാനാകെ ചിന്മയനായ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തെളിഞ്ഞ ജ്ഞാനം, അനുഭവമായി അറിഞ്ഞ ജ്ഞാനം നഴുവുമോ ഗുരുവേ, മാറിപ്പോകുമോ അല്ലയോ ഗുരുവേ എന്താ എന്ന് ശിഷ്യൻ ചോദിച്ചാൽ പറയണം, താനാകും ബ്രഹ്മരൂപം, തന്മയമായ ബ്രഹ്മരൂപം ചക്കുരു നൂലാൽ തോന്നും, സദ്ഗുരു ചെയ്യുന്ന ഉപദേശത്താലും ശാസ്ത്ര വിചാരത്താലും അനുഭവമാകും. ആനാലും ഇപ്രകാരം ബ്രഹ്മാനുഭവം ഉണ്ടായാലും തടകളുണ്ടേ, പ്രതിബന്ധങ്ങളുണ്ടെങ്കിൽ അനുഭവം മുറിത്തിടാതെ ആ അനുഭവം ദൃഢപ്പെടുകയില്ല. ഗുരുപദേശത്തിനാലും മഹാവാക്യ വിചാരത്താലും ബ്രഹ്മ അപരോക്ഷ ജ്ഞാനം ഉണ്ടായാലും ഏതൊരുത്തന്റെ ബുദ്ധിയിൽ അസംഭാവന വിപരീത ഭാവന എന്ന ദോഷമുണ്ടോ അവരുടെ ദോഷരൂപമായ കളങ്കത്തോടു കൂടിയ ആ ജ്ഞാനം ഫലത്തിന് ഹേതുവാകയില്ലെന്ന് കാണിക്കാൻ താനാകും പിരമരൂപം ചക്കുരു നൂലാൽ തോന്നും, ആനാലും തടകളുണ്ടേൻ അനുഭവം ഉറത്തിടാതെ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതാണ്. അപ്പൊ പ്രാരബ്ധം ആ സമാധിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് വീണ്ടും ഈ പറയുന്ന നിലയിലേക്ക്. അപ്പോ എന്ത് സംഭവിച്ചു, എന്താണ് നടന്നതെന്ന് ചോദിച്ചാൽ ഈ പ്രാരബ്ധത്തെ അനുഭവിക്കേണ്ട ഒരു സന്ദർഭമായിട്ടാണ് ഇതിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ പറയുന്ന വാസനകൾ, ഈ തുട്ടമായിരിക്കുന്ന തടസ്സങ്ങൾ ഇതിൽ നേരിടേണ്ടി വരും. ഇനി ഒരു ജ്ഞാനോദയം ഉണ്ടായതിന് ശേഷം എല്ലാം തീർന്നോ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഒരു സമാധി കൊണ്ടൊന്നും ആവില്ല. വീണ്ടും 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 ഈ സമാധി ഇതിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നിരന്തരം ഈ പറയുന്ന ശ്രവണമനാദികൾ ചെയ്ത് ആ നിധ്യാസനം ഇതിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കണം. ആ നിധ്യാസനം ഈ സമാധിയാണ്. ഈ സമാധി ഇങ്ങനെ നിരന്തരം സൃഷ്ടിക്കുന്ന ഈ സമാധി കൊണ്ട് പതുക്കെ പതുക്കെ ഈ പ്രാരബ്ധം ഇതിൽ കഴിഞ്ഞും പോകും. ഒപ്പം പ്രാരബ്ധം അവശേഷിച്ച ഇല്ലാതായ ഉടനെ തന്നെ ഈ ജ്ഞാനം ഇതിൽ ഫലിക്കാനും ആരംഭിക്കും, ദൃഢപ്പെടാനും ആരംഭിക്കും. ഇങ്ങനെയാണ് ജ്ഞാനം ദൃഢപ്പെടണമെങ്കിൽ പറയില്ലേ, നമ്മൾ ഓരോരോ കാര്യങ്ങളിലൂടെ നമ്മൾ വ്യവഹരിക്കുന്ന കണ്ടിട്ടില്ല. ആ വ്യവഹാരം ഇതിൽ പരിപൂർണമായി ഇല്ലാതാകണം. അപ്പോൾ അതുകൊണ്ടാണ് സ്വാമി പറഞ്ഞത് ഇതിൽ വീണ്ടും പ്രബലമായ 3 പ്രതിബന്ധങ്ങളുണ്ട്. ഈ പ്രതിബന്ധങ്ങളെ എപ്പോഴും നിരാകരിച്ച് നീ എപ്പോഴും ആ സ്വരൂപജ്ഞാന നിഷ്ഠയിൽ കഴിയുകയാണെങ്കിൽ ഇതാണ് നീ എനിക്ക് ചെയ്യേണ്ട ഉപകാരം എന്ന് പറഞ്ഞത് ആണ് ഇവിടെ എടുത്ത് കാണിച്ചിരിക്കുന്നത്. സ്വാമി പറയുന്ന ഇതാണ്, ഗുരുപദേശത്താലും മഹാവാക്യ വിചാരത്താലും ബ്രഹ്മ അപരോക്ഷജ്ഞാനം ഉണ്ടായാലും, കാരണം നമ്മൾ ശ്രവണം എന്ന് പറഞ്ഞ പരോക്ഷജ്ഞാനം കിട്ടിയെന്നുള്ളതാണ്. അതിനുശേഷം ഇയാൾ അതിൽ പഴകി ആ അപരോക്ഷ ജ്ഞാനം ഇതിൽ ഫലിച്ചാലും അത് പറയുന്നു, ഏതൊരുത്തന്റെ ബുദ്ധിയിൽ അസംഭാവന വിപരീത ഭാവന എന്ന ദോഷമുണ്ടോ അവരുടെ ദോഷരൂപമായ കളങ്കത്തോടു കൂടിയ ജ്ഞാനം ഫലത്തിന് ഹേതുവാകയില്ലെന്ന് കാണിക്കാൻ താനാകും പിരമരൂപം സദ്ഗുരു നൂലാൽ തോന്നും, ആനാലും തടകളുണ്ടേ അനുഭവം ഉറച്ചിടാതെ എന്ന് പറഞ്ഞതാവും. തടസ്സങ്ങളെ പറ്റി ഇനി അടുത്ത പദ്യങ്ങളിൽ പറയാൻ ആരംഭിക്കും. അപ്പോൾ ഈ പ്രബലമായ ഈ 3 തടസ്സങ്ങൾ നേരിടുന്നവരാണ് ഈ സാധകന്മാരെല്ലാം. ഒരു അനുഭവം എല്ലാവർക്കും ഉണ്ടായത് കൊണ്ടാണല്ലോ ഇതിൽ പിടിച്ചു നിൽക്കാൻ തന്നെ അവർക്ക് പറ്റുന്നത്. ഒരു അനുഭവം ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട്, ഗുരുവിൻ്റെ കാരുണ്യം കൊണ്ട് കിട്ടും. പലർക്കും കിട്ടിയവരാണ്. പക്ഷെ അത് പിന്നീട് മാറിപ്പോകും. ആ മാറിപ്പോകുന്നതിൻ്റെ കാരണമാണ് നമ്മൾ ചിന്തിച്ച് എപ്പോഴും ആ സ്വരൂപജ്ഞാന നിഷ്ഠയിൽ തന്നെ ഇരുന്ന് പഴകാൻ പറഞ്ഞ ഇതിനാണ്. കാരണം വീണ്ടും 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 ഈ പറയുന്ന തടസ്സങ്ങൾ ഇതിൽ വന്ന് കളിക്കും. അപ്പോൾ അതിനെല്ലാം നിരാകരിച്ച് ആ സ്വരൂപജ്ഞാനത്തിൽ എപ്പോഴും നിഷ്ഠയോടുകൂടി ആവുകയാണെങ്കിൽ പറയുന്നു, വളരെ കൂടിയ ശീഘ്രം ഇതിൻ്റെ ഇതങ്ങ് മാറി ആ ജ്ഞാനം അപരോക്ഷമായി വന്ന് ജ്ഞാനം ദൃഢപ്പെടും. അത് ദൃഢപ്പെടാതെ പോയാൽ അതിൻ്റെ ഫലമാണ് അവർ പറയുന്നത്, ഫലത്തിന് ഹേതുവാകുകയില്ല. ഫലം എന്താണ്?
മുക്തിയാണ് ഇതിൻ്റെ ഫലം. അത് ജീവൻ മുക്തി എന്നും വിദേഹമുക്തി എന്നും രണ്ട് മുക്തിയെ പിന്നീട് പറയും. അതിൽ യഥാർത്ഥ മുക്തി എന്ന വിദേഹമുക്തിയാണ് ഫലിക്കാതെ പോകാൻ പോകുന്നത്. ജീവൻ മുക്തി അടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ആ സമാധി വന്നത്. യഥാർത്ഥ ഫലം വിദേഹമുക്തി. ഇത് ശരീരം പോകുന്നതോടുകൂടി ആ വിദേഹമുക്തി ഇതിൽ പരിപൂർണമായി വന്നു ചേരും. പല ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തരായിട്ടുള്ള മഹാത്മാക്കളുണ്ട്. നമ്മുടെ ഗുരുദേവനൊക്കെ, ശ്രീരാമാനന്ദ ഗുരുദേവനൊക്കെ വിദേഹമുക്തിയിലിരിക്കുകയാണ്. അവർക്ക് ഉണ്ടെങ്കിലും അവർക്ക് ദേഹം ഇല്ല. പല മഹത്തുക്കളെ പറയുന്നു വിദേഹമുക്തന്മാരാണ് പലരും. അതിന് 7ാം ഭൂമിക്കാരെന്നും പറയും. വേറൊരു രൂപത്തിൽ വരാം. ഭൂമി തിരിച്ച് പറയും. 4ാം ഭൂമി, 5ാം ഭൂമി, 6ാം ഭൂമി, 7ാം ഭൂമി. ഈ 4, 5, 6, 7 ഭൂമികളെല്ലാം അനുഭവ ഭൂമികളാണ്. അതിൽ 7ാം ഭൂമി എന്ന് പറയുന്നത് അവർ പറയും ഇതിന് ബ്രഹ്മവിത്ത്, ബ്രഹ്മവരൻ, ബ്രഹ്മവരിയ, ബ്രഹ്മവരിഷ്ഠ പദവിയാണ്. വരിഷ്ഠ പദവിയിലേക്ക് പോയവരാണ്. വാസ്തവത്തിൽ അവർക്ക് ഉപദേശിക്കാൻ പറ്റില്ല. ഈ വരിഷ്ഠന്മാർക്ക് ഉപദേശിക്കാൻ പറ്റില്ല. ഉപദേശിക്കുന്നത് ബ്രഹ്മവിത്തുകളാണ്. ബ്രഹ്മവിത്തുകൾക്ക് മാത്രമേ ഉപദേശിക്കാൻ പറ്റൂ. മറ്റുള്ളവർക്ക് ഉപദേശിക്കാൻ പറ്റില്ല. പക്ഷേ അവർ കൂടെ നടന്നും അനുഭവത്തിൽ വരുന്ന ധാരാളം ആൾക്കാരുണ്ട്, ഉണ്ടായിട്ടുണ്ട്. അവരൊന്നും പറഞ്ഞൊന്നും കൊടുക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ സായിബാബ 7ാം ഭൂമിയിൽ ഇരുന്നതായിട്ട് സ്വാമിയൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്ക് അറിഞ്ഞൂടെ അത്ര ഇതായിട്ട്. എങ്കിലും അവരുടെയൊക്കെ ആ ഒരു നിലയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒരക്ഷരം ബ്രഹ്മമെന്നോ ഈശ്വരനെന്നോ പറഞ്ഞിട്ടില്ല. വരുന്നവരെയൊക്കെ അദ്ദേഹം സ്വാധീനിക്കും. അദ്ദേഹത്തിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നടന്നാൽ തന്നെ മനസ്സില്ലാതായി ഇവർക്ക് ഈ ആത്മാനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കും. പലരും കൗതുകത്തോടുകൂടി അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് നിൽക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ ക്രിയകളൊക്കെ ബഹുരസമാണ്. ഒരിക്കൽ അദ്ദേഹം അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇരുന്നപ്പോഴാണ് ഒരു പല്ലി മുകളിലോട്ട് ചലിച്ചോണ്ട് കയറി പോണുണ്ട്. വരുന്നുണ്ട്, കൂട്ടുകാരൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. പല്ലി കയറിപ്പോയതും കൂട്ടുകാരന്മാർ ഇതെല്ലാം ഇവിടെ കേട്ടോണ്ടിരിക്കുന്ന ശ്രോതാക്കൾ കേട്ടോണ്ടിരിക്കുകയാണ്. ഇത് സ്വാമി എത്രയൊക്കെ പറഞ്ഞു. പലപ്പോഴും സ്വാമി വട്ട് പൊറാന്ന് പറയുമ്പോഴേക്ക് തോന്നും. കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാൻ ഒരു പരദേശി അവിടെ വന്നു സ്വാമി നമസ്കരിക്കും. സ്വാമിക്ക് ഒരു ഉപഹാരം കൊടുക്കാൻ വേണ്ടി ഡ്രങ്ക് തുറന്നു. പെട്ടെന്നൊരു പല്ലി അതിനെടുത്ത് ചാടി നേരെ വന്ന് ഈ ചവരി കൂടെ കയറി പോയിട്ട് അതും ഇവരെല്ലാം കണ്ടു. അദ്ദേഹം കർമ്മരഹസ്യങ്ങൾ മാത്രമേ പറയുള്ളൂ. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജ്ഞാനോപദേശം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഉപദേശമേ അവർക്കില്ല. എല്ലാം ആ കർമ്മത്തിന്റെ തുടർച്ച, ഓരോ കർമ്മങ്ങൾ, ആ മുജന്മം ചെയ്ത കർമ്മങ്ങളുടെ തുടർച്ച. അതാണ് നമ്മൾ ഈ രൂപത്തിൽ ഈ ശരീരം എടുത്ത് ഈ രൂപത്തിൽ ധ്യാനത്തിൽ ഇരിക്കാൻ കാരണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നതിന്റെ അടിസ്ഥാനം. അപ്പൊ ഇവരെല്ലാം അതിശയിച്ചു. അപ്പോഴാണ് അറിയുന്നത് സ്വിറ്റ്സർലൻഡിൽ നിന്ന് വന്ന ഒരാളാണ്. അപ്പൊ സ്വിറ്റ്സർലൻഡ് സ്വാമി പറഞ്ഞു സ്വിറ്റ്സർലൻഡിൽ നിന്ന് അതിന്റെ കൂട്ടുകാരൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ പല്ലി വിളിച്ചോണ്ട് മോളിൽ കയറിയില്ലേ. ഇങ്ങനെ ഒരുപാട് ഒട്ടനവധി കഥകളാണ് നമ്മുടെ ശ്രീസ്വാമി പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരിക്കലും ഇങ്ങനെ അദ്ദേഹം അങ്ങനെ വലിയ സിംഹാസനം പോലുള്ള കസേരയിലാണ് സ്വാമി ഇരിക്കുന്നത്. സാധാരണ ആളല്ല അത്. എപ്പോഴും രാജകീയമായ പ്രൗഢിയോടും സ്റ്റൈലോടുകൂടി. അപ്പോഴാണ് ഒരാള് വിക്രം പുലിയെ കടുവയെ അതിനെ സർക്കസിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അപ്പം സ്വാമി ഇരിക്കുന്നതിന്റെ എത്രയോ ദൂരെയാണ് കൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പുലിയത്തെ കടുവയ്ക്ക് ഒരു മൂക്കറാണിയൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ഇട്ട് ബെൽറ്റൊക്കെ വെച്ച് വലിച്ച് പിടിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം സ്വാമിയെ കണ്ടു. സ്വാമി വളരെ ദൂരെയാണ് ഇരിക്കുന്നത്. എങ്കിലും ഇദ്ദേഹത്തിന് ഭയം ഉണ്ടായിരുന്നു. ഇതെങ്ങനെ കൊതറി ഇങ്ങനെ പോയി പറഞ്ഞിരുന്നത് പുലി ഇത് കൊതറി അങ്ങ് പോയി. കൊതറി ഓടി അങ്ങ് ചെന്നു. സ്വാമിയുടെ അടുത്ത് നിന്ന് ഒരു ബ്രേക്ക് ഇട്ടു. ആ ബ്രേക്കിൽ ഒരു ഭയങ്കര പൊടിപടലം വ്യാപിച്ചു. അപ്പം ഒന്നും കാണാനൊക്കെ അതായി. സ്വാമിയും കണ്ടുകൂടാ, പുലിയെ ഈ കടുവയും കണ്ടുകൂടാ, ഒന്നിനെയും കണ്ടുകൂടാ.
കുറെ കഴിയുമ്പോൾ ഇയാൾ സ്വാമി ഓടിക്കോ, സ്വാമിയെ അതൊക്കെ വിളിച്ചോണ്ട് ഇയാൾ വരെയാണ് പുറകെ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ കടുവ മരിച്ചു കളഞ്ഞു. സ്വാമി എന്ത് ചെയ്തു? അങ്ങനെ ഇദ്ദേഹം വിചാരിച്ചു സ്വാമി ഈ കടുവ എന്തിനെ കൊന്നുള്ളത്, ഇതിനെന്തോ ചെയ്തത്, ഞാനെന്ത് ചെയ്യാൻ, അതിന്റെ കർമ്മം തീർന്നു. അത് ചെയ്തെന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞു, ഓടി വന്ന് കാലിന്റെ പാദത്തിനടിയിൽ ഒന്ന് നക്കി, അത് മരിച്ചു. ഇതിൽ വലിയ സങ്കടം. ആദ്യം ഇദ്ദേഹത്തിന് വിഷമം വന്നത് സ്വാമി എന്തെങ്കിലും ഉപദ്രവിക്കുമോ എന്നായിരുന്നു. പക്ഷെ അതല്ല, പുലി കത്തിടക്കുന്നുണ്ടപ്പോൾ അതിനെക്കാട്ടി വിഷമമായി. അപ്പം ചോദിച്ചു, സ്വാമി ഞാൻ എന്ത് ചെയ്യട്ടെ സ്വാമി, ഞാൻ ഇവനെ കൊണ്ടാണ് ഉപജീവനം ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പൊ തന്നെ സർക്കസിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞാൻ എൻ്റെ കുടുംബവും ജീവിക്കുന്നത്. അപ്പോൾ സ്വാമി ചോദിച്ചു, എടോ തൻ്റെ കടം മുഴുവൻ വീട്ടിയടോ, അത് തനിക്ക് തരാവുള്ളതൊക്കെ തന്നു, ഇനി അതിനും ഒരു ഇത് വേണ്ടേ? തനിക്ക് തരാവുള്ള തൻ്റെ കടം മുഴുവൻ വീട്ടി. ഏത് രൂപത്തിലാണെങ്കിലും ശരീരമെടുത്ത് ആ കടം തീർക്കുന്ന ഒരു സ്വഭാവത്തെ അവിടെ കാണിച്ചു. ഇങ്ങനെ പലതിലും സ്വാമിയുടെ ഇത് വായിക്കാമെങ്കിൽ പിന്നെ ബംഗാരപ്പ രണ്ടപ്പ എന്ന് പറയുന്ന ഒരു കഥ, അതും വലിയ രസമാണ്. ഒരു പാമ്പ് ഒരു തവളെ പകുതി വിഴുങ്ങിനെ ഇരിക്കുകയാണ്. തവള ക്രോക്രോന്ന് വിളിക്കുന്നു, പാമ്പ് അവനെ വിഴുങ്ങാൻ ശ്രമിക്കുന്നു. ഈ സമയത്താണ് സ്വാമി അതുവഴി വരുന്നത്. സ്വാമി കണ്ടുടനെ ചോദിച്ച് പേര് വിളിച്ചോളൂ, എടാ ബംഗാരപ്പ, എടാ രണ്ടപ്പ, നിങ്ങളുടെ പരസ്പര വൈരം ഇതുവരെ തീർന്നില്ലേടാ. ഇവര് ബംഗാരപ്പ രണ്ടപ്പ എന്ന് പറഞ്ഞ മനുഷ്യന്മാരായിരുന്നു. അവര് ആ വിരോധം വെച്ച് പുലർത്തി അവരിതാ പാമ്പും തവളയായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പൊ. ആ വിരോധത്തിൽ ഇത് കേട്ടുടനെ തന്നെ പാമ്പ് തവളയെ വിട്ടിച്ചു. പാമ്പ് ഒരു വശത്തോട്ട് പോയി, തവള വേറെ വശത്തോട്ട്. കേട്ടോണ്ട് വന്നവര് ഇത് സ്വാമിയുടെ കൂടെ വരെയാണ് ശിഷ്യന്മാരെല്ലാം. ഇതെല്ലാം അത്ഭുതത്തോടു കൂടിയാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാമി അപ്പം പലതും ഉപദേശങ്ങളാണ് കേട്ടല്ലോ. അപ്പൊ ആ ഒരു വൈരം സൂക്ഷിച്ച് ബംഗാരപ്പയും രണ്ടപ്പയും തവളയും പാമ്പുമായിട്ട് മാറി. ഇപ്പൊ ജന്മത്തിന്റെ പരിവർത്തനം എങ്ങനെയൊക്കെ വരുന്നു എന്നുള്ളതിന് സ്വാമി കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഈ പറയുന്ന ഇതെല്ലാം മതമത്സരങ്ങളെല്ലാം വിട്ട് മനുഷ്യനായിട്ടിരുന്ന ആ മുക്തി അടയാനാണ് സ്വാമി പറഞ്ഞതിന്റെ അർത്ഥം. കർമ്മരഹസ്യങ്ങളെ മാത്രം പറഞ്ഞിട്ടുള്ള ഒരു മഹാത്മാവാണെങ്കിൽ ഈ പറയുന്ന 7ാം ഭൂമിയിലുള്ള ഈ സിദ്ധി സ്വാമിയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ ഉപദേശം ഒന്നും നമ്മൾ കേൾക്കുന്നില്ല. ഈ ഉപദേശം ഇതെല്ലാം വാസ്തവത്തില് ഇതിന്റെയൊക്കെ ഒരു ആവശ്യം ഒരു അല്പം മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ താനായിട്ടിരിക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു ഉപദേശത്തിന്റെ ആവശ്യമില്ല. ഈ രഹസ്യങ്ങൾ അറിഞ്ഞാൽ മതി, ഈ കർമ്മരഹസ്യങ്ങൾ അറിഞ്ഞാൽ മാത്രം. മറ്റുപദേശങ്ങളെല്ലാം പിന്നെ എന്തിനാണെന്ന് ചോദിച്ചാൽ ഓരോ വഴി തുറന്നിരിക്കുന്നതാണ്. ഞാനോ വഴി ഇപ്പൊ രമണ മഹർഷിയുടെ അടുത്ത് ചെന്നാൽ അദ്ദേഹം ഈ പറയുന്ന രൂപത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം വെറും പറഞ്ഞ ഇതാണ്, ഈ ഞാനെന്ന് നീ നാഴിക്ക് 40 വട്ടം പറയുന്നില്ലേ, ഈ ഞാൻ ആരാണെന്ന് നീ നോക്കിയിട്ടുണ്ട്? അദ്ദേഹത്തിന് അത്രേ പറയാനാണ്. ഈ ഞാൻ ആരാണ്, യഥാർത്ഥത്തിൽ ഈ ആരാണ് ഈ ഞാൻ, അതൊന്ന് നോക്കാൻ പറഞ്ഞു. ഇത്ര തന്നെ അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഇങ്ങനെ എന്തോ സംഭവിച്ചതുപോലെ ഇരിക്കുന്നെങ്കിലും നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ ആത്മസ്വരൂപികളായിട്ട് തന്നെ ഇപ്പോഴും ഇരിക്കുന്നു. ഇതിലൊരു മാറ്റം ഒന്നിനാലും വരുത്താൻ സാധ്യമല്ല. മായക്കൊന്നും ഇതിനെ പരിണാമം ചെയ്യാൻ സാധ്യമല്ല. മായ ഇതിന്റെ ഒരു അംശത്തിൽ ഒരു അല്പം മാത്രമാണിത് മായ. പിന്നെ ഇത് നമ്മളെ പിന്നെ വിഴുങ്ങിയെന്നും ഒക്കെ പറയുന്നതെല്ലാം വലിയ തെറ്റാണ്. അങ്ങനെയൊന്നും അല്ല സംഭവം, അങ്ങനെയൊന്നും അല്ല. പക്ഷെ ഇതിന്റെ റിയാലിറ്റിയെ ഉണരണമെങ്കിൽ നമ്മൾ ഈ സ്വപ്ന ലോകത്തിൽ നിന്നൊന്ന് മാറും. നമ്മളിപ്പോഴും പഴകി ഒരു വാസനാഗതമായ ഒരു സംസ്കാരത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇതിനെ വിടുന്നത് തന്നെ തൻ്റെ ശരിയായ രൂപം. അതിനെ വിടാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് വളരെ ബാലപാഠമായിട്ടൊക്കെ പലതും പറഞ്ഞു കൊടുക്കേണ്ടി വേദം. ഇതാണ് നമ്മളിവിടെ നടക്കുന്നത്. അപ്പൊ ഈ ശാസ്ത്രങ്ങളുടെ ഉദ്ദേശം എന്താണ്? ഇതിലൊരു വിവേകം ഉണ്ടാവും. ആ വിവേകത്തിന്റെ ആകെ മൊത്തം എന്തിനാണ് നമ്മൾ പരിശോധിച്ചാൽ, ഈ മനസ്സും
ഈ കരണങ്ങളും ഒരു സംസ്കാരത്തിൽ ഇരുന്നു അതിന്റെ പ്രവൃത്തി ചെയ്യുക. ഈ പ്രവൃത്തി ചെയ്യുന്നതിന് താൻ എപ്പോഴും കാണുന്ന ആളായിട്ട് നിൽക്കുകയാണ്. താൻ എപ്പോഴും അതിന് സാക്ഷിയായിട്ട് കാണുന്ന ആളായിട്ട് നിൽക്കുന്നു. ഇതിനെ ഉണരണില്ല. താനല്ല ഇത് ചെയ്യുന്നത്. ഈ കരണങ്ങൾ അതിന്റെ തൊഴിലുകൾ ചെയ്യുന്നു. ഈ ധർമ്മങ്ങളെല്ലാം ആ കരണത്തിൻ്റെതാണ്. കരണങ്ങളുടെ ധർമ്മത്തെ തന്നിൽ ആരോപിച്ചിട്ട് നമ്മൾ മയങ്ങിയിരിക്കുന്ന ഒരു നിലയാണ് അജ്ഞാനമായിട്ട്. അപ്പൊ ആര് ചെയ്തു? ഞാൻ ചെയ്തു സ്വാമി, ഞാൻ ചെയ്തു സ്വാമി, ഞാൻ കണ്ടു സ്വാമി. യഥാർത്ഥത്തിൽ ഈ ഞാനെ അതിൽ കൊണ്ടൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം ആ ഇന്ദ്രിയ മനസ്സുകളുടെ ഒരു കളിയാണ്. ആ ധർമ്മമാണ് ഇതിൽ നടക്കുന്നത്. ഇതിനെ സംബന്ധിച്ചുള്ള ക്ലാസ്സൊക്കെ നമ്മൾ മുമ്പേയുള്ള ആ വാസന മണ്ഡലത്തിലൊക്കെ നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ടായിരുന്നു. മനസ്സിലായിക്കോണം. ഇതിനൊന്ന് തിരിച്ചറിയുന്നതിനെയാണ് ഞാനോ എന്ന് പറയുന്നത്. ഇനി പറയുന്നത് ഈ തടകളെ പറ്റിയാണ്. ഇവിടെ പറഞ്ഞു വന്നത്, ഈ പദ്യത്തിൽ പറഞ്ഞു വന്നത്, നീ നാനെൻ്റെ ഇരണ്ടിലാമൽ നിറൈന്തു പൂരണമായെങ്കും ഞാനാകെ തെളിந்த ஞானம் നഴുവുമോ ഗുരുവ என்றார். താനാകും പിറമ്പരൂപം സദ്ഗുരു നൂലാൽ തോണ്ടും ആനാലും തടകളുണ്ട് അനുഭവം ഉറയ്ക്കുന്നതാണ്. തടസ്സങ്ങളെയാണ് നമ്മൾ നിവർത്തിക്കേണ്ടത്. തടസ്സങ്ങളാണ് വാസ്തവത്തിൽ നമുക്ക് നമ്മുടെ സ്വരൂപത്തെ മറച്ചിരിക്കുന്നത്. ഈ തടസ്സങ്ങളെ പറ്റി സ്വാമി ഇപ്പൊ അടുത്ത് പറയാനായിട്ട് ആരംഭിക്കുകയാണ്. ഇതിൽ ആ പരോക്ഷ ജ്ഞാനമാണ് എല്ലാവർക്കും ആദ്യം വന്നു ചേരുന്നത്. അതിനുശേഷം ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടൊക്കെ ഒരു അപരോക്ഷമായിട്ട് ഒരു അല്പസമയം ഈ പറയുന്ന നിർവികൽപ്പ നില ഉണ്ടായാലും അത് സ്ഥിരപ്പെടില്ല. ഇത് മാറിപ്പോകും. പക്ഷെ അത് അങ്ങനെ ഒരു അനുഭവം ആദ്യം ഗുരു വേദാന്ത ശാസ്ത്രങ്ങൾ കൊടുക്കും, ഒരാൾക്ക് കൊടുക്കും. ചിലർക്കൊക്കെ പൂർവജന്മ പുണ്യം കൊണ്ടൊക്കെ ഈ അനുഭവം ഉണ്ടായവരായിരിക്കും പലരും. പക്ഷെ പിന്നീട് അത് നിലനിൽക്കാതെ വരുമ്പോഴവർ ഇതിനെപ്പറ്റി ചിന്തിക്കും. ഇതെന്താണ് ഏതാണെന്നൊക്കെ ചിന്തിച്ച് വരും. അതിനാണ് ഈ ശാസ്ത്രങ്ങൾ അതിനെ വ്യക്തമാക്കി കൊടുക്കുക. 89ാമത്തെ പദ്യത്തിൽ തടയവയനിൽ അജ്ഞാന സന്ദേഹ വിപരീതങ്ങൾ. തടയവയനിൽ അജ്ഞാന സന്ദേഹ വിപരീതങ്ങൾ പടർ ചെയ്യും ഇന്ത മൂന്നും പലജന്മ പഴക്കത്താലേ ഉടനുടൻ വരും വந்தாക്കാൽ ഉയർஞானம் കെടും. ഇവറ്റെ തിടമുടൻ കെടുപ്പായി കേട്ടൽ ചിന്തിത്തൽ തെളിതലാലേ. തടയവയനിൽ അജ്ഞാന സന്ദേഹ വിപരീതങ്ങൾ പടർ ചെയ്യും ഇന്ത മൂന്നും പലജന്മ പഴക്കത്താലേ ഉടനുടൻ വരും വந்தாക്കാൽ ഉയർஞானம் കെടും. തിടമുടൻ ഇവറ്റെ തിടമുടൻ കെടുപ്പായി കേട്ടൽ ചിന്തിത്തൽ തെളിതലാൽ. തടയവയനിൽ പ്രതിബന്ധങ്ങൾ എന്താണെന്ന് കേൾക്കുകയാണെങ്കിൽ അജ്ഞാനം സന്ദേഹം വിപരീതങ്ങൾ, അജ്ഞാന സന്ദേഹ വിപരീതം ഇവകളാവും. അപരോക്ഷ ജ്ഞാനം ഉണ്ടായാലും ഈ അജ്ഞാന സന്ദേഹ വിപരീതങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം എന്താണെന്നാണെങ്കിൽ പടർ ചെയ്യും ഇന്ത മൂന്നും, ദുഃഖത്തെ ഉണ്ടാക്കുന്ന ഈ 3 പ്രതിബന്ധങ്ങളും പല ജന്മപ്പഴക്കത്താലേ നാനാവിധമായ ജന്മങ്ങളിൽ പഴകി വന്ന പരിചയത്തിനാൽ ഉടനുടൻ വരും, അടിക്കടി ഉണ്ടാകും. അവ ഉണ്ടായാൽ എന്ത് സംഭവിക്കുമെന്നാണെങ്കിൽ വന്തക്കാർ അവ ഉണ്ടായാൽ ഉയർஞானம் കെടും. ഉയർന്ന ബ്രഹ്മാത്മ ഐക്യജ്ഞാന ഫലത്തിന് ഹേതുവാകാതെ പോകും. അതിനാൽ ഇവറ്റെ ഈ അജ്ഞാന സന്ദേഹ വിപരീതങ്ങളെ കേട്ടൽ ചിന്തിത്തൽ തെളിതലാലെ ശ്രവണ മനന നിധിധ്യാസനങ്ങളാൽ തിടമുടൻ കെടുപ്പായി ധൈര്യത്തോടുകൂടി നിന്ന് നാശം ചെയ്യണം. തിടമുടൻ എന്നതിന് ഉദാഹരണം ഒരു കാക്ക കടലിന്റെ മുകൾ ഭാഗത്തു കൂടി സഞ്ചരിക്കുന്ന സമയം അതിന് മുട്ടയിടണമെന്ന് തോന്നി. കരയ്ക്ക് അടുക്കും മുമ്പേ മുട്ട വെളിയിൽ വന്നു കടലിൽ വീണുപോയി. മുട്ട കടലിൽ നിന്ന് എടുക്കണമെന്ന ദൃഢവിചാരമുണ്ടായി. കടൽ വറ്റിക്കാതെ മുട്ടയെടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് കടൽ വറ്റിക്കുവാൻ തന്നെ അത് തീരുമാനിച്ചു. അതിന്റെ ചുണ്ടുകൊണ്ട് വെള്ളം കോരി കരയിലൊഴിച്ചു വറ്റിക്കാൻ തുടങ്ങി. ആഹാരാദികളും നിദ്രയുമില്ലാതെ ആ കാക്ക കടലിൽ നിന്നും ചുണ്ടുകൊണ്ട് വെള്ളം കോരി കരയിലൊഴിച്ച് കടൽ വറ്റിച്ച് എടുത്തേ മതിയാകൂ എന്ന ദൃഢവൈരാഗ്യത്തോടുകൂടി പ്രവർത്തിച്ചു. പല നാളായി ആ കാക്കയുടെ ദൃഢവൈരാഗ്യം കണ്ട് വരണഭഗവാൻ പ്രത്യക്ഷമായി കാര്യം എന്താണെന്ന് ചോദിച്ചറിഞ്ഞു. കടലിൽ നിന്ന് മുട്ടയെടുത്ത് കാക്കയെ ഏൽപ്പിച്ചു. കാക്കയ്ക്ക് ഒരിക്കലും കടൽവെള്ളം കോരി വറ്റിക്കാൻ സാധ്യമല്ല. എന്നാലും അതിന്റെ വൈരാഗ്യം
വിവേകശൂന്യമാണെങ്കിലും ദൃഢമായിരുന്നു. ഇപ്രകാരമുള്ള വൈരാഗ്യത്തോടുകൂടി അജ്ഞാന സന്ദേഹ വിപരീതങ്ങളെ മാറ്റാൻ ശ്രവണമനന നിധിധ്യാസനങ്ങൾ ചെയ്യണമെന്ന് സാരം. അജ്ഞാനം വന്നാൽ ശ്രവണം കൊണ്ട് അത് തടയണം. സന്ദേഹം വന്നാൽ മനനം കൊണ്ടും, വിപരീതം വന്നാൽ അതിനെതിരായ നിധിധ്യാസനം കൊണ്ടും തടയണമെന്ന് താല്പര്യം. അപ്പൊ 3 പ്രബലമായ പ്രതിബന്ധങ്ങളെന്ന് പറഞ്ഞാൽ ഈ അജ്ഞാന സന്ദേഹ വിപരീതങ്ങളാണ്. ഇത് എങ്ങനെ വരുന്നു എന്ന് ചോദിച്ച സ്വാമി പറഞ്ഞിരിക്കുന്നു, ഇതെല്ലാം പല ജന്മ പഴക്കത്താല് പല ജന്മം പഴകിയ വാസന കൊണ്ട് ഇത് ഉടൻ വരും. ഇപ്പൊ ഞാനും ഭരിച്ചു എന്ന് പറഞ്ഞ അവരപരോക്ഷ ജ്ഞാനിക്കും കൂടെ ഈ പ്രതിബന്ധങ്ങൾ വീണ്ടും നേരിടേണ്ടി വരും. കാരണം എന്താണ്? ഈ പ്രാരബ്ധ ശരീരം ഇരിക്കുകയാണ്. ശരീരം ഇരിക്കുമ്പോൾ എന്തായാലും ലോകത്തിലിറങ്ങി പ്രവർത്തിക്കേണ്ടി വരും. ലോകത്തിലിറങ്ങി പ്രവർത്തിക്കുമ്പോഴാണല്ലോ ഇഷ്ടവും അനിഷ്ടവും ഒക്കെ നേരിടേണ്ടി വരുന്നത്. ഇതിൽ നിന്ന് ദുഃഖം ഉണ്ടായിക്കൊണ്ടിരിക്കും, എപ്പോഴും ദുഃഖം ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മൾ മനസ്സിൽ വിചാരിച്ച പോലെ അയാൾ ചെയ്തില്ല, നമ്മൾ പറഞ്ഞതുപോലെ അയാൾ കേട്ടില്ല, നമ്മുടെ ഇഷ്ടത്തിനൊത്ത് വന്നില്ല. ഇതൊക്കെ നമുക്ക് ദുഃഖ കാരണങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ ഈ ദുഃഖം ഇതിൽ നിരന്തരമായിട്ട്, ദുഃഖം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, തമസിലേക്ക് വീണ്ടുപോയി നല്ല ഉണർന്നു നിന്ന ആളാണ്, നല്ല പൂർണ്ണനായിട്ട് ആനന്ദവാനായിട്ട് നിന്ന ആളാണ്. പെട്ടെന്നാണ് ദുഃഖിയായിട്ട് അല്പനായിട്ട് മാറിപ്പോകും. ഇതിന് കാരണമാണ് അവർ പറയുന്നത്, ഇത് പൂർവ്വം പഴകിയ വാസനകളെല്ലാം പല ജന്മങ്ങളിൽ പഴകിയതെല്ലാം കൂടെ നമ്മളുടെ അടുത്ത് നമുക്ക് വീണ്ടും അതുപോലെ പ്രവർത്തിക്കുന്ന രൂപത്തിലാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ദുഃഖം ഉണ്ടാവും. ദുഃഖം നമുക്ക് ഇപ്പോഴും തന്റെ സ്വരൂപ വിസ്മൃതിയെ ഉണ്ടാക്കും. ദുഃഖം എന്ന് പറഞ്ഞ സ്വരൂപ വിസ്മൃതിയാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ദുഃഖം ഉണ്ടായെന്ന് പറയണമെങ്കിൽ സ്വരൂപ വിസ്മൃതിയായെന്ന് അർത്ഥം. അവർ പൂർണ്ണരാണ്, ജ്ഞാനികളെല്ലാം പൂർണ്ണരാണ്. അവര് ചിന്മയാനന്ദ സ്വാമിയോട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, പല കാരണങ്ങൾ കൊണ്ട് കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ടാകുമ്പോൾ സ്വാമി പറഞ്ഞിട്ടുണ്ട്, അതിന് വിഷമമുണ്ടാവേണ്ട കാര്യം എന്താണ്? അത് കേവലം ശബ്ദമല്ലേ, ശബ്ദം ആകാശത്തിന്റെ, നീ അത് ആകാശത്തിന് കൊടുത്തു പറയുന്നു. ഓരോന്നും അതിന്റെ കാർഗത്തിൽ അതിനെ കൊണ്ട് ലയിപ്പിച്ചു കളയും. ഒരു വാക്കുകൊണ്ട് ദുഃഖം ഉണ്ടാവണമെങ്കിൽ ആ വാക്കെന്ന് പറഞ്ഞാൽ ആകാശതത്വമാണ്. ആകാശത്തിൽ അതിനെ കൊണ്ട് യോജിപ്പിച്ചു. താനുമായിട്ടൊന്നും ഇതിന് ഒരു ബന്ധവുമില്ല. താനുമായിട്ടുള്ള ബന്ധം എങ്ങനെ ഉണ്ടാവുന്നു? അജ്ഞാനം കൊണ്ടാണ്. ഇതിന്റെ ശരിയായ കാര്യം അറിയാത്തതുകൊണ്ട് തോന്നുന്നതാണ്. ഇതിന്റെ ശരിയായ കാര്യം അറിഞ്ഞാൽ ഇതെല്ലാം അന്ധകരണത്തിന്റെ ധർമ്മങ്ങളും അന്ധകരണത്തിന്റെ സ്വഭാവങ്ങളുമാണ്. ഇതിനെ നല്ലതുപോലെ ധരിക്കുന്നതാണ് ജ്ഞാനം. ഇത് നല്ലതുപോലെ ധരിച്ചാൽ ഇതൊന്നും കൊണ്ട് ഈ മഹാത്മാവ് ദുഃഖിക്കില്ല. എപ്പോഴും ആനന്ദ പരവശനായിട്ട് തന്നെ ഇരിക്കും. ഓരോ ലോകത്ത് ഒരാളിനെ തോൽപ്പിക്കാൻ ഏറ്റവും എളുപ്പ വഴി എന്താണെന്ന് അറിയാം. വലിയ വലിയ രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നിട്ടും അവരെ തോൽപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് വെച്ചാൽ അവരെ മനസ്സിനെ ദുർബലമാക്കണം. അതിനെന്ത് ചെയ്യും? അവരെ പറ്റി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയും. എടാ നീ അങ്ങനെയല്ലേടാ, നീ അങ്ങനെ ആയിരുന്നില്ലേടാ, നീ വലിയ ആളൊന്നും ആവണ്ടടാ, നിന്നെ എല്ലാവർക്കും അറിയാടാ എന്നൊക്കെ പറഞ്ഞ് ഒരു രൂപത്തിൽ എന്തിനാണ് മെന്റൽ ടോർച്ചറിങ് നമ്മളിപ്പോൾ പറയും. മാനസികമായി തളർത്തിയാൽ ഇയാളെ ജയിക്കാൻ പറ്റും. ഈ മാനസികമായി തളർത്തുന്നതിന് ഒരാൾ ഉപയോഗിക്കുന്ന ഒരു തന്ത്രവും ഒരു ജ്ഞാനിയും ഫലിക്കൂല. ഫലിക്കുകയാണെങ്കിൽ അയാൾ ജ്ഞാനിയല്ല. ഫലിക്കുകയാണെങ്കിൽ അയാൾ ജ്ഞാനിയല്ല. ഒരു തന്ത്രവും ഫലിക്കില്ല. കൃഷ്ണൻ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ശ്രീകൃഷ്ണൻ. നമ്മുടെ അയാളുടെ പേര് ശിശുപാലൻ നീ പറയാനൊന്നുമില്ല. നീ അങ്ങനെ ചെയ്തില്ലേടാ, നീ കള്ളനായിരുന്നു, നീ സമന്തകമണി മോട്ടിക്കാനല്ലേടാ, നീ പെണ്ണുങ്ങളെ പുറകെ നടക്കണമല്ലേടാ. ഇങ്ങനെ ആയിരക്കണക്കിന് ആരോപണങ്ങൾ ശ്രീകൃഷ്ണനടുത്ത് പറഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ സുസ്മേരവദനായിട്ടിരിക്കും. കാരണം എന്താണ്? ഇവൻ അറിയുന്നില്ല ഞാൻ പരമാത്മ സ്വരൂപനാണെന്നും ഈ പരമാത്മ സ്വരൂപനായി തന്നെ ഒന്നും ബാധിക്കുന്നില്ലെന്നും ഈ മൂഢൻ അറിയുന്നില്ല. പക്ഷെ ഇവൻ
ഇങ്ങനെ പോയാൽ ഇവന് തന്നെ ഹൃദയസ്തംഭനം വന്ന് ഇവൻ ചാവും അല്ലേ? ബുദ്ധം ഇവരിൽ ഏറ്റില്ലെങ്കിൽ ഇത് നേരെ റിട്ടേൺ അടിക്കും. അതുകൊണ്ടാണ് ഏറ്റവും വലിയൊരു ആയുധം എന്ന് പറയുന്നത്. ഒരു പറയും അതിന് ആനന്ദമായിട്ട് കേട്ടാൽ മതി, ഇത് തിരിച്ചു പോകും. ഏറ്റവും വലിയൊരു വഴിയാണ്. എല്ലാവരും പറയുന്നത് ഉടനെ 100ാമത്തത് വരെ അദ്ദേഹത്തിന്റെ അമ്മയുടെ നിന്ന് ഒരു വരം വാങ്ങിച്ചെന്നും അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം ചക്രായുധം ഉപയോഗിച്ച് അത് കഴുത്തു, അതൊന്നും അങ്ങനെയൊന്നുമല്ല. അതൊക്കെ ഒരു കഥയായിട്ട് പറഞ്ഞതാണ്. അതല്ല, ഈ കർമ്മത്തിൽ തന്നെ ഇരിക്കുകയാണ് അതിന്റെ ഫലം. ശ്രീകൃഷ്ണ ഭഗവാൻ ഒന്നും ചെയ്യേണ്ട, കർമ്മത്തിൽ തന്നെ ഇണക്കി വെച്ചിരിക്കുകയാണ് അതിന്റെ ഫലം, അല്ലേ? അതിന് കൃഷ്ണനെ ഈ ചക്രായുധം കൊണ്ട് വെട്ടേണ്ട കാര്യമുണ്ടോ? അത് അങ്ങനെ പറഞ്ഞത് വെറുതെ ഒരു ആളുകളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. കർമ്മം ഒരു പരിധിക്കപ്പുറം വിട്ടാൽ ആ കർമ്മം തന്നെ തിരിച്ചടിച്ച് വേറെ കൊന്നു. ശിശുപാലനെ കൊന്നത് അയാളുടെ കർമ്മമാണ്, കൃഷ്ണനല്ല. ആണോ സ്വാമി പറയുന്നത്? ശരിയത്. കാരണം കൃഷ്ണൻ കൊന്നു എന്ന് പറഞ്ഞാൽ എല്ലാം തെറ്റി. പക്ഷെ കഥയിൽ ഇങ്ങനെയാണ് അദ്ദേഹത്തിന് ചക്രായുധം പോയെന്നും ഒക്കെ ഇതായെന്നും ഒക്കെയാണ്. എന്തോ ആവട്ടെ, ഇതാണ് കർമ്മ രഹസ്യം. നമ്മളിപ്പോ ഇവിടെ പറയാൻ കാരണം എന്താണ്? എന്തോ കാരണം കൊണ്ട് പറഞ്ഞു. അപ്പോ ഇത് കണ്ടോ, ഈ കാക്ക കടൽ വെള്ളം വറ്റിച്ച് മുട്ടയെടുക്കാനുള്ള ശ്രമം പോലെ കാക്കയ്ക്ക് ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല കടൽ ജലം വറ്റിക്കാൻ. പക്ഷെ കാക്ക നിരന്തരമായിട്ട് ഈ പ്രയത്നത്തിൽ വ്യാപൃതനായിരുന്നു. വർണ്ണഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു, മുട്ടയെടുത്തു കൊടുത്തു, പ്രശ്നം സോൾവ് ചെയ്തു, അല്ലേ? ഇതുപോലെയാണ് നമ്മളും ഇതുപോലെ വൈരാഗ്യത്തോടുകൂടി ഇതിലിങ്ങനെ പ്രവർത്തിച്ചു വരുന്നവരെ സംബന്ധിച്ച് ആ ഗുരു തന്നെ വന്ന് ഇതിന്റെ അനുഭവം ഉണ്ടാക്കി കൊടുക്കും എന്ന് പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള, നമ്മൾ ഒരേ കണക്കിന് ഈ ശ്രവണ-മനന നിധിധ്യാസനങ്ങൾ ചെയ്ത് കഴിയണം. അജ്ഞാനം വന്നാൽ ശ്രവണം കൊണ്ടും, സന്ദേഹം വന്നാൽ അതിനെ മനനം ചെയ്തു, വിപരീതങ്ങൾ വന്നാൽ നിധിധ്യാസനം. വിപരീതം എന്ന് വെച്ചാൽ വീണ്ടും ഈ ലോകമൊക്കെ സത്യം പോലെയും ഇതിൽ പ്രവർത്തിക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായി വരും. പിന്നീട് ഈ അനുഭവത്തിന് ശേഷവും വേണമെങ്കിൽ ഈ വിപരീതം വരാം. അങ്ങനെ വിപരീതം വരുമ്പോൾ അവർ പറയുന്നു വേറെ ഒന്നുമല്ല ചെയ്യാനുള്ളത്, ആ നിഷ്ഠയിൽ തന്നെ കഴിയുക. എപ്പോഴും ആ നിഷ്ഠയിൽ തന്നെ ഇങ്ങനെ കഴിയുക. സമാധിയിൽ തന്നെ എത്ര സമയം ഇരിക്കാമോ അത്രയും സമയം ഇരിക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്നു ഈ 3 പ്രതിബന്ധങ്ങളാണ്, ഈ 3 തടസ്സങ്ങൾ നീങ്ങി അതിൽ സ്ഥിരപ്രതിഷ്ഠ നേടും. ഏത്? തന്റെ സ്വരൂപത്തിൽ ആരൂഢ എന്നാണ് പറയുന്നത്. ആരൂഢ പദവിയിലേക്ക് അയാൾ വരും. മറ്റേ അങ്ങനെയല്ല, അർത്ഥാരൂഢ പദവിയാണ്. ഇടയ്ക്കൊന്ന് കയറും, പെട്ടെന്ന് ഇറങ്ങി താഴെ വീഴും. പിന്നെ പിന്നെ അറിയില്ല, കുറെ കാലം അറിയില്ല. അത് കഴിഞ്ഞാൽ പിന്നീടാണ് അയ്യോ ഇങ്ങനെ ഒരു സംഭവം നടന്നു. പിന്നീട് ആലോചിച്ചൊക്കെ വന്ന് വേണമെങ്കിൽ ഒന്നുകൂടെ കയറും, പിന്നെയും പുറകെ ചാടി ഇറങ്ങി നിൽക്കും. ഇത് മറതിയാണ്, ഒരു വലിയ മറതിയാണ് അജ്ഞാനം എന്ന് പറയുന്നത്. തന്റെ യഥാർത്ഥത്തെ മറന്നിരിക്കുന്ന ഒരു നില, ഇതാണ് മായ. വയതുണ്ട് ഭയങ്കരമായിട്ട് ഇയാളെ കംപ്ലീറ്റ് ഇയാൾ മറന്നു പോവുകയല്ല. വസുദേവർക്ക് വിശ്വരൂപം കാണിച്ചു കൊടുത്തില്ലേ? കണ്ട് നല്ല രസമായിട്ട് എല്ലാം ഒക്കെ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം മറന്നുപോയി. ഇദ്ദേഹം പിന്നെ അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് വിദൂരമായി പോയി. ഈ മറതി മായയുടെ സ്വഭാവം. നമ്മളും എല്ലാം എൻ്റെ സ്വരൂപ വിസ്മൃതിയിൽ ഇരിക്കുന്നവരാണ്, മറന്നിരിക്കുന്നവരാണ്. വാസ്തവത്തിൽ നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ് നമ്മളിത് മറന്നെങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ് ഇതിന്റെ അർത്ഥം. സ്വാമി 90ാമത്തെ പദ്യത്തിൽ പറയുന്നു, അഗ്നി കട്ടുപെട്ടാർ അല്പവും ചുടമാട്ടാതെ മക്കിന ജ്ഞാനത്താലെ വന്ന ബന്ധവും വേവാത് ചിക്കന പഴകിക്കേട്ടൽ ചിന്തിത്തൽ തെളിതലാലെ വിക്കിനമടം സന്ദേഹം വിപരീതം പോക്കുവായേ. അക്കിനി കട്ടുപെട്ടാർ അല്പവും ചുടമാട്ടാത് മക്കിന ജ്ഞാനത്താലെ വന്ന ബന്ധവും വേഗാത് ചിക്കന പഴകിക്കേട്ടൽ ചിന്തിത്തൽ തെളിതലാലെ വിക്കിനമടം സന്ദേഹം വിപരീതം പോക്കുവായേ. അഗ്നി കട്ടുപെട്ടാൽ, അഗ്നി മണിമന്ത്ര ഔഷധങ്ങളാൽ അടക്കപ്പെട്ടാൽ അല്പവും ചുടമാട്ടാതെ, അല്പം പോലും കാഷ്ട മുതലായവയെ ദഹിപ്പിക്കുന്നതിന് യോഗ്യമാകില്ല. അതുപോലെ
മക്കിന ജ്ഞാനത്താല് അജ്ഞാന സന്ദേഹ വിപരീതങ്ങളാൽ താഴ്ത്തപ്പെട്ട തത്വജ്ഞാനമായ അഗ്നിയാൽ വந்த ബന്ധവും വേവാത്. ബന്ധം എന്നാണ് തമിഴിൽ. വந்த ബന്ധവും വേവാത്. അനാദികാലമായി തുടർന്നുകൊണ്ടിരിക്കുന്ന കർത്തൃത്വാദി ബന്ധവും വേകുകയില്ല. അതിനാൽ ചിക്കന വഴങ്ങിക്കേട്ടൽ ചിന്തിത്തൽ തെളിതലാലെ ദീർഘകാലം നിരന്തരം ദൃഢവൈരാഗ്യത്തോടുകൂടി അഭ്യസിച്ച് ശ്രവണ മനന നിധിധ്യാസനങ്ങളാൽ വിഘ്നമടം സന്ദേഹ വിപരീതം ജ്ഞാനഫലമായ മോക്ഷ പ്രതിബന്ധങ്ങളായ അജ്ഞാന സന്ദേഹ വിപരീതങ്ങളെ പോക്കുവായി ഒഴിക്കുക. ദീർഘകാലം പ്രവർത്തിക്കാനോ കുറച്ച് സമയമല്ല, ദീർഘകാലം ഇങ്ങനെ പ്രവർത്തിക്കാം. പറയുന്നു ഈ അഗ്നിയെ സംബന്ധിച്ച് പറയണമെങ്കിൽ അതെന്തിനാണ് അതിന് ദഹനശക്തിയാണ് അഗ്നിക്കുള്ളത്. അഗ്നിയുടെ സ്വരൂപം എന്ന് പറഞ്ഞാൽ ദഹനശക്തിയുള്ളതാണത്. ഈ ദഹനശക്തിയെ മണിമന്ത്ര ഔഷധങ്ങൾ കൊണ്ട് ബാധിക്കാൻ പറ്റും. അങ്ങനെയാണ് മന്ത്രവാദികളെല്ലാം ഇതിൽ അഗ്നി കൂടെ നടക്കുകയൊക്കെ ചെയ്തില്ല. അതിന്റെ ഒരു മണിമന്ത്ര ഔഷധങ്ങളെ കൊണ്ട് അഗ്നിയുടെ ദഹനശക്തിയെ ബാധിച്ചിട്ടാണ്. അങ്ങനെ ബാധിക്കപ്പെട്ട അഗ്നിയിൽ ഒന്നിനെയും ചൂടാൻ കെൽപ്പുള്ളതായി വരില്ല. ഇതുപോലെ ഈ ജ്ഞാനം മക്കിന ജ്ഞാനം എന്ന് പറഞ്ഞാൽ അജ്ഞാന സന്ദേഹ വിപരീതങ്ങളാൽ താഴ്ത്തപ്പെട്ട ജ്ഞാനം, അതിനാണ് മക്കിന ജ്ഞാനം. മഗ്നജ്ഞാനം ഈ മഗ്നജ്ഞാനം കൊണ്ട് ഈ പറയുന്ന ഈ പ്രതിബന്ധങ്ങൾ, ഈ കർത്തൃത്വാദി പ്രതിബന്ധങ്ങൾ വേകുകയില്ല. ഇതിൽ ഏറ്റവും മുഖ്യം എന്ന് പറഞ്ഞാൽ കർത്തൃത്വമാണ് ബന്ധം. ഈ ബന്ധം ഒരിക്കലും ഇതിൽ നിന്ന് മാറില്ല. കർത്തൃത്വത്തെ ഞാൻ ചെയ്താലേ ശരിയാകൂ, ഞാൻ എന്ന് വരുന്ന ആ ഒരു ഭാവം, ഇത് തന്നെയാണ് അഹങ്കാരം. ഈ കർത്തൃത്വ ബുദ്ധിയുടെ നാശമാണ് പോലും ജ്ഞാനം ചെയ്യുന്നത്. ജ്ഞാനം അടഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ കർത്തൃത്വ ബുദ്ധി ഇല്ലാതായത്. പിന്നെ അതിനുശേഷം ഒരിക്കലും അവർ ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവത്തിലേക്ക് വരില്ല. ചിന്മാൻ സ്വാമികളും ഇതിനെ നിലനിർത്തിക്കൊണ്ടാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ സമാധിക്ക് ശേഷം ഇവിടെ വ്യക്തമായി ഒരാളിന്റെ നേതൃത്വം സ്വാമിയെ തന്നില്ല. മറിച്ച് സ്വാമി പറഞ്ഞു എല്ലാവരും കൂടി ചേർന്ന് ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അതിൽ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോരോ റോളുകൾ തന്നു. അങ്ങനെ ഇത് നടത്തിക്കൊണ്ടു പോകണം. ഒരാളായിരുന്നെങ്കിൽ ആ കർത്തൃത്വം അയാൾ എടുക്കേണ്ടി വന്നു. ഒരാൾ കർത്തൃത്വം എടുത്താൽ അതിനുള്ള ശേഷിയുള്ള കർത്തൃത്വം എടുക്കുന്ന അതിനുള്ള ശേഷിയുള്ളവർക്ക് എടുക്കാം, കുഴപ്പമില്ല. അങ്ങനെയല്ലോ വലിയ വലിയ മഹത്തുക്കളെല്ലാം ഓരോ ആശ്രമങ്ങളിലുണ്ടായിരുന്നു. ആ ശേഷിയുള്ളവരാരുമില്ല. അങ്ങനെ വന്നപ്പോൾ ആ കർത്തൃത്വം ഡിവൈഡ് ചെയ്ത് കൊടുത്തപ്പോൾ ആർക്കും ഒരു കർത്തൃത്വം ഇല്ലാതായി. അതാണ് സംഭവിച്ചല്ലേ. ഒരു കർത്തൃത്വം ആർക്കുമില്ല. ആരും ഒന്നും ചെയ്യുന്നതുമില്ല. പക്ഷേ സ്വാമി അങ്ങനെ ചെയ്തതിൽ സ്വാമി ഉദ്ദേശിച്ചത് എന്തിനായിരിക്കും? ഒരാൾക്കൊരു മേധാവിത്വം അവിടെ കൊടുക്കുകയാണെങ്കിൽ അത് ആശ്രമത്തിന് ഗുണമല്ല ചെയ്യും, ദോഷം ചെയ്യുന്നു. സ്വാമി നേരത്തെ കണ്ടു. ഇതൊക്കെ നല്ലപോലെ മനസ്സിലാക്കി. അതാണ് ഒരു ജ്ഞാനിക്ക് ഇതൊക്കെ പറ്റൂ. ജ്ഞാനിക്ക് മാത്രമേ ഇതൊക്കെ പറ്റുള്ളൂ. ഈ അഡ്മിനിസ്ട്രേഷനുള്ള ഒരു ജ്ഞാനിക്കേ പറ്റൂ, എല്ലാവർക്കും പറ്റില്ല. ഇത് നമുക്കെന്താണ് ആവശ്യം? ഈ ആശ്രമം കൊണ്ട് നമുക്കെന്താണ് ആവശ്യം? ഒരു പെരുമയൊന്നും അല്ലല്ലോ. നമ്മുടെ ജീവനെ ഉദ്ധരിച്ച് ആ പരമപദത്തിൽ ചേർക്കാനായിട്ട് നമുക്ക് ഈ ആശ്രമം സഹായിക്കും. അതിനുവേണ്ടി ആശ്രമത്തെ ആശ്രയിക്കാൻ മാത്രമേ നമുക്ക് തരവുള്ളൂ. വേറെ ഒരു രൂപത്തിലും എന്തെങ്കിലും ആഗ്രഹം ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ദുഃഖത്തിന് ഹേതുവായി വരുന്നല്ലാതെ ഒരിക്കലും സാധ്യമല്ല. ആർക്കും ഒരു റോളും ഇല്ല. അങ്ങനെ വന്നതുകൊണ്ട് എന്ത് പറ്റി? കൂടുതൽ ഇടയ്ക്ക് ബഹളമോ ഇടയ്ക്ക് വലിയ വിഷമങ്ങളോ ഒന്നുമില്ല. അങ്ങനെയൊക്കെ വിട്ടുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ പറഞ്ഞ ഇതാണ്, ഈ കർത്തൃത്വ ബുദ്ധിയുടെ നാശമാണ് ജ്ഞാനം ചെയ്യണത്. ഒരാൾക്ക് ജ്ഞാനോദയം ഉണ്ടായെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അയാളുടെ കർത്തൃത്വ ബുദ്ധി നശിച്ചു എന്നാണ്. ഈ അഹങ്കാരം നശിച്ചു എന്നാണ്. ഈ ജ്ഞാനങ്ങളുടെ ഭാവം ഇല്ലാതായി എന്നാണ്.
അങ്ങനെ ഞാനെന്നുള്ള ഭാവം ഇല്ലാത്തവർക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവുണ്ട്? ഒരു കഴിവില്ല. അവർ ജ്ഞാനികളാണ്. ഞാനെന്ന ഭാവം നശിച്ചവരെയാണ് ജ്ഞാനികളെന്ന് പറയുന്നത്. അപ്പോൾ പട്ടണത്താരൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴാണല്ലോ അദ്ദേഹത്തിനൊന്നുമില്ല, ഈ ഞാനെന്നുള്ള ഭാവമൊക്കെ നശിച്ച് ആ ജ്ഞാന നിലയിൽ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് വെള്ളരിക്കത്തോട്ടത്തിൽ കൂടെ കയറി പോയത്. അപ്പോൾ ആ വെള്ളരിക്ക ആര് പറിച്ചുകൊണ്ട് പോകുന്നെന്നൊക്കെ വിചാരിച്ച് ആ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് വിദ്വാൻ ഇറങ്ങി വരുന്നത്, നമ്മളെ പട്ടണക്കാരെ ഇറങ്ങി വരുന്നത് അതിനകത്ത്. അപ്പോൾ ഇവൻ തന്നെയാണ് മോഷ്ടിച്ചത്, ഇവനാണ് സ്ഥിരമായിട്ട് ഇവിടെ ഈ വെള്ളരിക്ക മോഷ്ടിക്കുക എന്നുള്ള ഒരു തീരുമാനം അയാൾ എടുത്തിട്ട് പോതിരെ അടിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ടടിക്കുക. അടിച്ചിട്ട് അയാൾക്ക് കലി തീർന്നില്ല. അങ്ങനെ അവിടെ ചെളിയിൽ പൂഴ്ത്തി വെച്ചു, ഇങ്ങനെ ചെളിയിൽ ചവിട്ടി പൂഴ്ത്തി ഞാൻ അടിയിലോട്ട് വെച്ചു. കണ്ണ് മാത്രമേ കാണാവുള്ളൂ, ബാക്കിയൊക്കെ ചെളിയിലടിയുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് അദ്ദേഹം പറയണില്ല, എഴുതിയെടുക്കാനായിട്ട് ഒരു വിദ്വാനുണ്ട്. അദ്ദേഹം ഇങ്ങനെ പുറകെ അപ്പോൾ കാണുന്നില്ല, ഇവിടെ കയറണ കണ്ടു, പിന്നെ കണ്ടില്ല എന്നാണ്. നോക്കി വന്നപ്പോൾ കാണാം ചെളിയിൽ ഇങ്ങനെ രണ്ട് കണ്ണിങ്ങനെ ചിമ്മുന്നതായിട്ട് കണ്ടു. ഞാൻ അത് വന്ന് പിടിച്ച് പൊക്കി എടുത്ത് ഇടയിലേക്ക് കൊണ്ടുവന്നിട്ട് കഴുകിയൊക്കെ എടുത്തിട്ട് ചോദിച്ചു. അപ്പോൾ ചോദിച്ച ഇതാണ്, അവാള് സിദ്ധിയ ഗുണന്താണ്, ഇവാള് സിദ്ധിയ ഗുണന്താനൊക്കെ ചോദിച്ചു. അയാൾ ചെയ്താണ് ശരി, ഞാൻ ചെയ്താണ് ശരിയെന്നാണ് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞ മറുപടി കേട്ടാ, അവാള് സെഞ്ചതും ഗുണം താ, ഇവാള് സെഞ്ചതും ഗുണം താ, രണ്ടും ഗുണം തന്നെ. പല അർത്ഥങ്ങളാണ്. ഗുണം എന്ന് വെച്ചാൽ ഗുണമാണല്ലോ, ഈ സത്വരജസ്തമ ഗുണങ്ങളാണല്ലോ ഇത്. ഈ കാര്യങ്ങളെല്ലാം ഈ കരണങ്ങളിൽ കൂടെ പ്രവർത്തിക്കുന്നത്. വേറെ അർത്ഥം പറയുകയാണെങ്കിൽ രണ്ടും ഗുണം തന്നെ. എനിക്ക് ഗുണമാണ്, ശരീരത്തിൽ ഇത്തിരി എണ്ണയിട്ട് തിരുമണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ വളരെ ഫ്രീ ആയിട്ട് ഒരാൾ ചവിട്ടി തിരുമിത്തത് ഇല്ലേ. ഈ രൂപത്തിൽ ഒന്നിനും ഒരു പ്രതികാര ബുദ്ധി ഇല്ലാതെ അവർ നിന്ന നിലയൊക്കെ നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. എന്തിനാണ്? ഇങ്ങനെ ഒരു ചിത്തമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനുള്ളത്. ഇതുവരെയുള്ള ചിത്തം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കലങ്ങി മറിഞ്ഞ് രാഗദ്വേഷം മത്സരങ്ങളെ കൊണ്ട് മറിഞ്ഞ് കലങ്ങുന്നതാണ്. ഇത് മാറി ശാന്തമായിട്ട് എന്തെല്ലാം സംഭവിച്ചാലും ഒരു മാറ്റമില്ല. അതാണ് ദൃഢജ്ഞാനികളാണ് അവരെല്ലാം. അതുകൊണ്ട് വഴിയെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇവിടെ പറയുന്നു ഈ അഗ്നി എന്നുള്ള ജ്ഞാനാഗ്നി ഈ കെട്ടുപോയാൽ അത് ഒരിക്കലും ഒന്നിനെയും തീയുടെ ആ ദഹനശക്തി നഷ്ടപ്പെട്ട തീക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുപോലെ ഇതിനും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഒരു കാഷ്ടത്തെ ദഹിപ്പിക്കുന്നതിന് യോഗ്യമല്ലാത്തതുപോലെ അജ്ഞാനസന്ദേഹ വിപരീതങ്ങളാൽ താഴ്ത്തപ്പെട്ട തത്വജ്ഞാനമായത് അഗ്നി അതിൽ വന്ന ബന്ധവും വേഗമാണ്. നമുക്ക് ഉണ്ടാക്കി അനാദിയായിട്ട് വന്നു ചേർന്ന ആ ബന്ധം അത് മാറില്ല, ഇത് വേവില്ല എന്നർത്ഥം. ഇതിൽ അദ്ദേഹം പറഞ്ഞത് കർത്തൃത്വ ബുദ്ധി. ഈ കർത്തൃത്വാദി ബന്ധം വേഗമില്ല. അതിനാൽ ചിക്കന പഴകിക്കേട്ടാൽ സിദ്ധിത്തൽ തെളിതലാലേ. ചിക്കന ദീർഘകാലം എന്നർത്ഥം. ചിക്കന മീൻസ് ദീർഘകാലം. നിരന്തരം ദൃഢവൈരാഗ്യത്തോടുകൂടി അഭ്യസിച്ച് ശ്രവണ മനന നിധിധ്യാസനങ്ങളാൽ വിഘ്നമടവ വിപരീതം സന്ദേഹ വിപരീതം ജ്ഞാനഫലമായ മോക്ഷപ്രതിബന്ധങ്ങളായ ജ്ഞാനസന്ദേഹ വിപരീതങ്ങളെ ഓക്കുവായി ഒഴിക്കുക. ഈ രൂപത്തിലാണ് ഈ അജ്ഞാന സന്ദേഹ വിപരീതങ്ങൾ എന്നുള്ള ഈ 3 തടസ്സങ്ങൾ സ്വാമി പറഞ്ഞല്ലോ. ജ്ഞാനോദയത്തിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നത് കേട്ടോ. അതിന് ശേഷമാണ് ഈ ഉപദേശം വന്നത്. നമുക്ക് ഈ ഇതിന്റെ പൂർവ്വം പരിശോധിച്ചാൽ ഈ തത്വജ്ഞാനം ഉപദേശിച്ചു. ആ ഉപദേശിച്ച വഴി ഈ അഞ്ച് കോശങ്ങളെയും അദ്ദേഹം നേര് ചെയ്തു. അതിന്റെ ഫലമായിട്ട് ജീവൻ മുക്തി നില അദ്ദേഹത്തിന് കൈവന്നു. ജീവൻ മുക്തി നില കൈവന്നത് അദ്ദേഹം ഉടനെ സമാധിയിൽ നിന്ന് ഉണർന്നു വന്നതിന് ശേഷം ഗുരുവിന് എന്ത് പ്രത്യുപകാരം ചെയ്യാൻ എന്ന് ചോദിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം തന്നെ സ്വയം പറഞ്ഞു, എൻ്റെ ശരീരം ഉള്ളത് വരെയും അങ്ങേ പുകഴ്ത്തി വാഴ്ത്തുന്നതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന പ്രത്യുപകാരം എന്ന് പറഞ്ഞിരുന്നപ്പോൾ സ്വാമി പറഞ്ഞു, അങ്ങനെയല്ല നിനക്കൊരു പ്രത്യുപകാരം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതാണ് ഇതിൽ വരുന്ന ഒരു പ്രതിബന്ധം. 3 പ്രതിബന്ധങ്ങൾ ഇതിൽ വരാൻ സാധ്യതയുണ്ട് ഇനിയും. അപ്പോൾ അങ്ങനെ വരുന്ന ആ പ്രതിബന്ധങ്ങളെ
ദൃഢമായിട്ട് നീ ശ്രവണമനന നിധിധ്യാസനങ്ങൾ കൊണ്ട് കെടുത്തി നീ അങ്ങനെ എപ്പോഴും സ്വരൂപജ്ഞാന നിഷ്ഠനായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇതാണ് നീ എനിക്ക് ചെയ്യുന്ന സഹായം എന്ന് പറഞ്ഞു. അങ്ങനെ വരികയാണ്. പ്രതിബന്ധങ്ങൾ മാറ്റുന്നത് അജ്ഞാനത്തെ ശ്രവണം കൊണ്ടും സന്ദേഹത്തെ മനനം കൊണ്ടും വിപരീതത്തെ നിധിധ്യാസനം കൊണ്ടും. അത് പറഞ്ഞ ശേഷമാണ് ഇങ്ങനെ പറഞ്ഞത്. ഈ മക്കിന് ജ്ഞാനം എന്ന് ഉദ്ദേശിക്കുന്ന ഇതിനെയാണ്. എല്ലാവരും മക്കിന് ജ്ഞാനികളാണ്. ജ്ഞാനമുണ്ട്, പക്ഷെ മക്കിന് ജ്ഞാനമാണ്. കാരണം എന്താണ്? ഈ അജ്ഞാന സന്ദേഹ വിപരീതങ്ങളെ താഴ്ത്തപ്പെട്ട് നിൽക്കുകയാണ്. ഒരു തത്വജ്ഞാനം ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അവരെല്ലാം അജ്ഞാന സന്ദേഹ വിപരീതങ്ങൾ നശിച്ചിട്ടില്ല. അപ്പൊ അതും കൂടി ഇല്ലാതാക്കുന്നതിലേക്കാണ് ഇത് പറയുന്നത്. അതിനെന്താണ് ചെയ്യാനുള്ളത്? ദീർഘകാലം നിരന്തരം ദൃഢവൈരാഗ്യത്തോടുകൂടി അഭ്യസിച്ച് ശ്രവണ മനന നിധ്യാസനങ്ങളാൽ ഈ വിഘ്നമട സന്ദേഹ വിപരീതങ്ങൾ ജ്ഞാനപരമായ മോക്ഷ പ്രതിബന്ധങ്ങളായ അജ്ഞാന സന്ദേഹ വിപരീതങ്ങളെ പോക്കുവാൻ നിരന്തരം ഈ ദൃഢവൈരാഗ്യത്തോടുകൂടി ഇങ്ങനെ ചെയ്തു വരുന്ന ഒരാൾക്കാണ് ഇത് പൂർണ്ണമായി നീങ്ങി കിട്ടുന്നത്. നമുക്കറിയാം, ഈ 4ാം ഭൂമിയിൽ വരുന്നവരെയാണ് ജീവൻ മുക്തന്മാരെന്ന് പറയുന്നത്. ഈ ജീവൻ മുക്തന്മാർ പിന്നെ എന്താണ് ചെയ്യണമെന്നത് വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ അവർ ചില ആശ്രമങ്ങളിലൊക്കെ ഇരുന്നു കൊണ്ട് അവർ ശിഷ്യന്മാരെ ഉപദേശിക്കുന്ന രൂപത്തിൽ അവർ ഈ ശ്രവണമന നിധ്യാസനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. വാസ്തവത്തിൽ ശിഷ്യന്മാർക്ക് ഉപദേശിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ഫസ്റ്റ് അവരുടെ നിഷ്ഠയാണ്. ആ നിഷ്ഠ പഴകേണ്ടി ചെയ്യും. ആ നിഷ്ഠ പഴകുന്നതിന് വിധേയമായി കുറെ പേര് കാണുമല്ലോ. ഇവിടെ തന്നെ നമ്മുടെ പരമേശ്വരന്റെ സ്വാമിയുള്ളപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് എല്ലാം ഒത്തിരി എല്ലാം കൂടെ പിന്നെ ദാനമായി കിട്ടിയ പൈസ കൊണ്ട് ഇവിടെ ഒരു ആശ്രമം സ്ഥാപിച്ചു. ഗുരുദേവന്റെ ഒരു പാതകല്ലേ ഇവിടെ വെച്ച് പൂജിച്ച് ഇങ്ങനെ കഴിയണം. അപ്പോഴാണ് ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി. എന്താണ് ഇത് ആരാണ് ഏതാണെന്നൊക്കെ ചോദിച്ചു വന്ന് കുറച്ച് ആളുകൾ ഇവിടെ കൂടി. സ്വാമി എന്ത് ചെയ്തു? സ്വാമി അനുഷ്ഠിക്കുന്ന കാര്യങ്ങൾ അവർക്കൂടെ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നീട് അവരൊക്കെ കൂടെ ചേർന്ന് ഒരു കൂട്ടായിട്ടായി. ഇങ്ങനെയാണ്. ഇതാണ് ആശ്രമം. ഇങ്ങനെ ചെയ്യുന്ന കുറെ ആളുകൾ യോജിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ആശ്രമം. ശ്രമം എന്ന് പറഞ്ഞാൽ അതിലേക്കുള്ള ശ്രമം. അപ്പൊ അതാണ്. ഇങ്ങനെയാണ് ശിഷ്യന്മാർ ഉണ്ടാവുന്നത്. ശിഷ്യന്മാരെന്ന് പറഞ്ഞാലും വാസ്തവത്തില് ശിഷ്യന്മാരെന്നൊക്കെ നമ്മൾ പറയണമെന്നേ ഉള്ളൂ. ഗുരുക്കന്മാര് ശിഷ്യന്മാരൊക്കെ നമ്മളുടെ ഒരു എന്താ പറയും, ഒരു സംസ്കാരം വെച്ച് നമ്മൾ പറയേണ്ടതാണ്. എല്ലാം ആത്മസ്വരൂപങ്ങളാണ്. ഗുരുമാറ്റവും ഇതാ ഗുരുവിനും അറിയാം. ഗുരു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉപദേശിക്കുന്ന ആളെന്ന് പറയുമ്പോൾ ഒരു സുപ്പീരിയർ നമ്മൾ കൊടുക്കുന്നത് എന്തിനാണ്? നമ്മളാണ് കൊടുക്കുന്നത്. അവരൊരിക്കലും സുപ്പീരിയർ ആവില്ല. ആവോ? ഞാനാണെന്നുള്ള വരുമോ? ഒരിക്കലും വരില്ല. കാരണം അങ്ങനെ വന്നാൽ പോയി. അങ്ങനെ വന്നാൽ ആ കർത്തൃത്വവും ആ ഇതൊക്കെ നശിച്ചിട്ടില്ല എന്നുള്ള നിലയിലേക്ക് മാറും. അവർ ഏറ്റവും ദാസഭാവത്തിലായിരിക്കും. അല്ല പറഞ്ഞില്ലേ, ഈശ്വരൻ ഭക്തന്റെ ദാസനാണല്ലേ. ഇപ്പോഴും ഈ ഭക്ത ദാസനായിട്ടാണ് നിൽക്കുന്നത്. ഈ ദാസഭാവമാണ് അവരുള്ളത്. ഇതൊക്കെ നമ്മൾ പഠിക്കാനുള്ളതാണ്. ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ പഠിക്കണം. അപ്പൊ ഇതൊരു സ്റ്റോറി പോലെ സ്വാമി പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അടുത്ത 91-ാമത്തെ കൂടെ വായിച്ച് നമുക്ക് നിർത്താം. ഇത് മനസ്സിലാക്കാൻ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം സാധാരണ ഈ അഗ്നിയുടെ ചൂട് എന്ന് വെച്ചാൽ ദഹിപ്പിക്കുന്ന ശക്തിയെ എടുത്തു കളഞ്ഞാൽ, മന്ത്ര ഔഷധങ്ങളിലൂടെ എടുത്തു കളഞ്ഞാൽ പിന്നെ ഈ അഗ്നി ഒന്നിനെയും ചുടുവില്ല. ഇതുപോലെയാണ് പോലും ഈ ജ്ഞാനവും. വന്ന ബന്ധവും വേഗാത് അനാദിയായിട്ട് വന്നിരിക്കുന്ന ആ ബന്ധം, അതായത് മുക്തിക്ക് വിപരീതമായിരിക്കുന്ന ആ ബന്ധം ഇതിൽ നശിക്കുന്നില്ല. അതുകൊണ്ട് അവര് എന്തു പറഞ്ഞു? ചിക്കന പഴകി കേട്ടൽ ചിന്തിട്ടൽ ശ്രവണ മനന. ഇതിലാകപ്പാടെ ഇവർക്ക് പറയാനുള്ള 3 കാര്യങ്ങളാണ്. ശ്രവണമാണ് മുഖ്യം കേട്ടോ. ശ്രവണം. പിന്നീട് അത് അല്പം മനനം ചെയ്യുക. കുറച്ചുകൂടെ അതിനെ ഒന്ന് മനനം ചെയ്യുക. പിന്നീട് കുറച്ച് സമയം ഒന്ന് നിധ്യാസനം ചെയ്യുക. ഇങ്ങനെ 3 ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവർ പറയുന്നു ഈ ദൃഢജ്ഞാനം ഇതിലുണ്ടാവും. ആ കർത്തൃത്വ ബുദ്ധി നിശേഷം ഇല്ലാതായി. പിന്നെ ഒരിക്കലും ഞാൻ ചെയ്യുന്നുള്ള ഭാവം ഇല്ല അവർക്ക്. പിന്നീട് അവരുടെ ഭാവമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്.
ഇതെല്ലാം ആ ഒരു മഹൽ ശക്തി നടത്തിക്കൊണ്ടുപോകുന്നു. താൻ കേവലം ഇതിന് സാക്ഷിയായിട്ട് വേണമെങ്കിൽ പറയാം, അത്രേ ഉള്ളൂ. തനിക്കിതിൽ പ്രത്യേകിച്ച് ഒരു റോളും ഇല്ല. ഈ ലോകം നടത്തിക്കൊണ്ടു പോകുന്നത് ആരാണ്? ആ ശക്തി, ആ മഹൽ ശക്തി. തനിക്കെന്താണ് റോൾ? ഒരു റോളും ഇല്ല. പോട്ടെ, ഈ ശരീരം പോലും ലോകത്തിന്റെ ഒരു ഭാഗമാണ്. ഈ ശരീരം പോലും തന്റെ സ്വാധീനത്തിലാണോ? അല്ലെങ്കിൽ സ്വാധീനത്തിലാണോ? അല്ല, അതും ആ മഹൽ ശക്തിയുടെ സ്വാധീനത്തിലിരിക്കും. പക്ഷെ നമ്മൾ പറയുന്നത് ഞാൻ അതിലെന്തോ വന്നപ്പോ ഞാൻ എന്തോ ചികിത്സിച്ചതൊക്കെ നമ്മൾ പറഞ്ഞാലും അതിന്റെ പരമാർത്ഥത്തെ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം അത് നടത്തിക്കൊണ്ടു പോകുന്നു. ഇതിനെ ഉണർന്ന ആളിനെയാണ് ജ്ഞാനി എന്ന് പറഞ്ഞത്. പിന്നെ അദ്ദേഹത്തിന് ഒരു കർത്തവ്യവും ഇല്ല. ജ്ഞാനം വന്നു കഴിഞ്ഞാൽ എന്താണ്? ഇത് തന്റെ എല്ലാം ചെയ്തു മുടിഞ്ഞവനെന്നാണ്. താൻ ഇതുവരെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതെല്ലാം ചെയ്ത് അവസാനിപ്പിച്ചു. ഇനി തനിക്ക് ചെയ്യത്തക്കതായി ഒന്നും തന്നെ ഇല്ല. ഈ രൂപത്തിലുള്ള ഒരു ഭാവമാണ് ഇതിൽ വരുന്നത്. ഇത് ഒന്നും തന്നെ എനിക്ക് ചെയ്യാനില്ല, എല്ലാം ഞാൻ ചെയ്ത് അവസാനിപ്പിച്ചു. ഈ നിലയാണ് ഇവിടെ 91ാമത്തെ പദ്യത്തില് പിരമഭാവനയെയും മൂടി ഭേദം കാട്ടുവത് അജ്ഞാനം, കുരവർ വാക്കിയൻ നമ്പാമൽ കുഴമ്പുവതാം സന്ദേഹം, തിരമറു ജഗമൻ മെയ്യന്റും തേകം നാനന്റും ഉള്ളേ വിരവിയ മോഹം താനെ വിപരീതം என்பർ മേലോ. പിരമഭാവനയും മൂടി ഭേദം കാട്ടുവത് അജ്ഞാനം, കുരവൻ വാക്കിയൻ നമ്പാമൽ കുഴമ്പുവതാം സന്ദേഹം, തിരമറു ചകം മെയ്യന്റും തേകം നാനന്റുമുള്ളേ വിരവിയ മോഹം താന് വിപരീതം என்பർ മേലോ. പറയുന്നു, പിരമഭാവനയെ മൂടി ശിവോഹം ഭാവനയെ മറന്ന് ഭേദം കാട്ടുവത് ഞാൻ ബ്രഹ്മമല്ല എന്ന ധാരണ, അത് തന്നെയാണ് അജ്ഞാനം. അജ്ഞാനമാകുന്നു. ഞാൻ ദേഹമാണെന്നുള്ള ഭാവന, ഇതാണ് അജ്ഞാനമാകുന്നു. കുരവർ വാക്യം നമ്പാമൽ, നീ ബ്രഹ്മമെന്നരുളിയ ആചാര്യരുടെ വാക്യത്തെ വിശേഷിച്ച് വിശ്വസിക്കാതെ കുഴമ്പുവത് സന്ദേഹം, ഞാൻ ബ്രഹ്മമാണോ അല്ലയോ എന്ന് സംശയിക്കുന്നത് സന്ദേഹമാകുന്നു. തിരമറും ചകം മെയ്യന്റും ദുഷ്ടനഷ്ടമാകുന്ന ജഗത്ത് സത്യമെന്നും തേകം നാനെന്റും അനാത്മാവായ ദേഹം ഞാനെന്നും ഉള്ളേ അകത്ത് വിരവിയ മോഹം താനെ തോന്നിക്കൊണ്ടിരിക്കുന്ന മോഹമാണ് വിപരീതം என்பർ മേലോ. വിപരീതമെന്ന് പറയുന്നു മഹത്തുക്കൾ. ഇതാണ് അതിൻ്റെ അർത്ഥം. അതായത് ഇതിലെങ്ങനെയാണ് ശിവോഹം ഭാവനയെ മറന്നു നിൽക്കുന്ന ഒരു നിലയാണ് അജ്ഞാനം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ദേഹോഹം എന്നുള്ള ഭാവനയാണ് ഇപ്പം എല്ലാവരും വച്ചു പുലർത്തുന്നത്. അതിനെ ശിവോഹമാക്കി മാറ്റണം. വാസ്തവത്തിൽ അതാണ് പരമാർത്ഥം. ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം മനോബുദ്ധ്യഹങ്കാര ചിത്താനിനാഹം നജശ്രോത്രജിഹ്വേന ചക്രാണനേത്രേ നജർവ്യോമഭൂമിൻ ന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഞാൻ ഈ ദേഹമോ ഇന്ദ്രിയമോ മനസ്സോ ബുദ്ധിയോ ഇതൊന്നുമല്ല. ഇതെല്ലാം എന്നാൽ അറിയപ്പെടുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും ഞാനല്ല. പിന്നെ ഞാൻ ആരാണെന്ന് ചോദിക്കണമെങ്കിൽ ചിദാനന്ദ രൂപ ശിവനാണ്. ചിദാനന്ദ രൂപമായിരിക്കുന്ന ശിവോഹം ശിവമാണ്. ശിവൻ എന്നല്ല പറയുന്നത്. ശിവോഹം ശിവം ശിവമാണ് ഞാനെന്നാണ്. അപ്പൊ ഇതാണ്. അപ്പൊ പറയണം, ഈ അജ്ഞാനം എന്ന് പറയേണ്ടത് ഞാൻ ബ്രഹ്മം അല്ല എന്ന ധാരണ. ഇതിനെയാണ് അജ്ഞാനം എന്ന് പറയുന്നത്. അജ്ഞാനമാകും. കുരവർ വാക്യം നമ്പാമൽ, നീ ബ്രഹ്മമെന്ന് അരുളിയ ആചാര്യരുടെ വാക്യത്തെ വിശേഷിച്ച് വിശ്വസിക്കാതെ. ഇവിടെ വിശ്വസിക്കുന്നുണ്ട്. സ്വാമി എല്ലാം ശരിയെന്നെ ശരിയെന്ന് സ്വാമി, അങ്ങനെയല്ല. വിശേഷിച്ച് വിശ്വസിക്കാതിന്റെ അർത്ഥം എന്തിനാണ് കൃഷ്ണ? വിശേഷമായിട്ട് നമ്മൾ അത് വിശ്വസിക്കുന്നില്ല, അനുഭവത്തോടു കൂടി തന്നെ അത് വിശ്വസിക്കും. ആ നേതി പറഞ്ഞില്ല, ശ്രവണത്തിന്റെ ആ കരുത്തെന്ന് പറയുന്നത് ഈ ഇതിനെ ധരിപ്പിക്കാനാണ്.
ശ്രവണം ചെയ്യുന്നത്. മഹാവാക്യ ശ്രവണങ്ങളെ തത്വമസിയൊക്കെ എന്താണ് ചെയ്തിരിക്കുന്നത്? ഇതില് ആ ലക്ഷ്യാർത്ഥ ബോധകമായിട്ടിരിക്കുന്നതിന് ധരിപ്പിക്കുകയാണ്. ഇതിനെ ധരിപ്പിച്ചതിന് ശേഷവും ഇതിനെ ധരിക്കാതെ ഇരിക്കുന്നത്, അതിന് വിശേഷമായി ധരിക്കാതെ, തത്വമസി മഹാവാക്യത്തിലൂടെ ഇത് ധരിക്കാതെ ഇരിക്കുന്നതിനെയാണ് നമ്മൾ വളരെ സാമാന്യമായിട്ട് ധരിച്ചു വന്നു. ഇത് വിശേഷമായിട്ട് ധരിച്ചിരിക്കുക. വിശേഷമായി ധരിക്കാതിരിക്കുന്നത് തന്നെയാണ് സന്ദേഹം, കുഴമ്പുന്നത് സന്ദേഹം. അത് ഞാൻ ബ്രഹ്മമാണോ അല്ലയോ എന്ന് സംശയിക്കുന്നത് സന്ദേഹമാണ്. തിരമറു ചകം മെയ്യെന്നും ദൃഷ്ടനഷ്ടമാകുന്ന ജഗത്ത് സത്യമെന്നും ദേഹം ഞാനെന്നും അനാത്മാവായ ദേഹം ഞാനെന്നും ഉള്ളേ അകത്ത് വിരവിയ മോഹം താനെ തോന്നിക്കുന്ന മോഹമാണ് വിപരീതം എൻവർ മേലോ വിപരീതമെന്ന് പറയുന്നു മഹത്തുക്കൾ. ഇത്തരം ഓമയ്യനേനുതൊളെ നിന്റെ അനന്ത ജന്മങ്ങളാണ്ട മെയ്യനെ ഉപദേശിക്ക വെളിവந்த ഗുരുവേ പോറ്റി.